നമ്മളിതുവരെ ഹിന്ദി സിനിമയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇന്നൊരു ഹിന്ദി സിനിമ വിട്ടല്ലേ. എല്ലാവർക്കും അറിയുന്ന സിനിമകളെ പറ്റി പറയുന്നതിന് നല്ലത് അധികം അറിയാതെ പോയ കുറച്ച് പടങ്ങളുണ്ട്, അതായത് അൺറേറ്റഡ് പടങ്ങൾ. അതിൽ ഈ പടം വൺ ഓഫ് ദി ബെസ്റ്റ് അൺറേറ്റഡ് മൂവിയാണ്. കാരണം ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഹിന്ദിയിലും വലിയ വിജയം ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ പറയാലോ, ഒരു കിടില റോഡ് മൂവി ത്രില്ലർ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചൂസ് ചെയ്യാം. കാരണം ഒരുപാട് സിനിമകൾ ഇപ്പോൾ വന്ന കുറേ സിനിമകളുണ്ട് റോഡ് മൂവീസിലൊക്കെ. നമുക്ക് ഈ സിനിമയുടെ സ്റ്റോറിനായിട്ട് നമുക്ക് ഒരുപാട് കണക്ഷൻസ് കിട്ടും. ഇപ്പോൾ റീസെൻ്റ്ലി വന്ന് വിടാമുയർച്ച അടക്കം, അതിന് മുമ്പ് ഇംഗ്ലീഷിൽ വന്ന കുറേ സിനിമകളായിട്ടൊക്കെ നമുക്കിതിൽ ഇൻഫ്ലുവൻസ് കാണാം. പക്ഷേ ഈ സിനിമ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു യൂണിക്നെസ് ഉണ്ട് ഈ പടത്തിന്. കാരണം ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റാണ് മനോജ് ബാജ്പേയി അവതരിപ്പിച്ച ബാബു എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ആ ഒരു ക്യാരക്ടറാണ് ഈ സിനിമേനോട് കൊണ്ടുപോകുന്നത്. ഒരു 20 മിനിറ്റോളം ആവണം, ഇല്ല ഒരു 20 മിനിറ്റിൻ്റെ ഉള്ളിലാണ് മൂപ്പര് സിനിമയിൽ എൻട്രി ചെയ്യുന്നത്. എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ അഭിനയിക്കുന്ന ആരുമില്ല. ആളാണ് ഏറ്റവും ബെറ്ററായിട്ട് നമുക്ക് മുമ്പിൽ നിൽക്കുക. അതൊരു ഒന്നൊന്നര സൈക്കിക്കായിട്ടുള്ളൊരു റോളും. പിന്നെ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് രജാത് മുഖർജി പറഞ്ഞൊരു വ്യക്തിയാണ്. മൂപ്പരാളെ ഒറ്റ പടമുള്ളൂ തോന്നുന്നുണ്ട് ഈ ഒരു പടം. പക്ഷേ ഈ ഒരു ഒറ്റ പടം മതി, എക്കാലത്ത് അവിടെ ഓർത്തിരിക്കും കണ്ടവരുടെ ഇടയിൽ. അങ്ങനത്തെ ഒരു പടമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ അഭിനയിച്ചവരുടെ മനോജ് ബാജ്പേയി, വിവേക് ഒബ്രോയ്, അന്തരാമലി, അങ്ങനെ ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് രാം ഗോപാൽ വർമ്മയാണ്. നോട്ട് രാം ഗോപാൽ വർമ്മ. അത് ഈ സിനിമത്തെ കുറേ സീനുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പുള്ളിക്കാരൻ്റെ ഇൻപുട്ട് എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. ഈ സിനിമയിലെ ആക്ടേഴ്സിന് ബാക്കിയുള്ളവരെ പറ്റി, വിവേക് ഒബ്രോയിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ സിനിമയിലൊരു ടിപ്പിക്കൽ ഹീറോ റോളാണ്. പക്ഷേ ആളുടെ ഒരു സ്റ്റൈലിലെ ക്യാരക്ടർ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. തുടക്ക സമയത്തുള്ള പടം, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല കിടിലം പെർഫോമൻസ് തന്നെയായിരുന്നു. പിന്നെയുള്ള അന്തരാമലി പറഞ്ഞ ഹീറോയിനാണ്. ഹീറോയിൻ്റെ ഗ്ലാമർ ഭാഗങ്ങളൊക്കെ നല്ല വൃത്തിക്ക് കാണിച്ചിട്ടുണ്ട്. പിന്നെ ആക്ടിങ് വൈസ് നല്ല പെർഫോമൻസ് തന്നെ ഉണ്ട്, ഡീസൻ്റ് ആയിട്ട് അഭിനയിച്ച് വെച്ചിട്ടുണ്ട് ക്യാരക്ടർ. പിന്നെ ഈ സിനിമയിൽ ബാക്കിയുള്ള സംഭവങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ മേക്കിംഗ് വൈസ് ആണെങ്കിൽ ഈ സിനിമ ഉണ്ടല്ലോ ക്വാളിറ്റി മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞതാണ്. കാരണം 2002 ഇറങ്ങിയ സിനിമകളിൽ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ എന്തൊരു ക്വാളിറ്റിയിൽ എടുത്ത് വെച്ചിരിക്കുന്ന അറിയാം. അത് അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ആസ്പെക്ട്സ് ഒക്കെ പാടെ വെച്ച് നോക്കുമ്പോൾ, അതായത് ആ ഒരു മേക്കിംഗ് വൈസ്, ആ റോഡ് മൂവി എന്ന് പറയുമ്പോൾ അത്യാവശ്യം ചേസും കാര്യവും ആക്ഷനും ഒക്കെ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഈ സിനിമയിലുണ്ട്. അതുപോലെ തന്നെ നല്ല സോങ്സ് ഉണ്ട്, ഒരുപാട് ഗ്ലാമറസ് മൂവ്മെൻറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ വില്ലനും നായകനും നമ്മളെ കോൺഫ്ലിക്റ്റ്, ഹീറോയിനും നായകനും വില്ലനും തമ്മിലുള്ള ഒരു കണക്ഷൻസും ആണ്. ഒരു എന്താ പറയുക, ത്രികോണ പ്രണയം എന്നൊക്കെ പറയത്തില്ല, അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ സിനിമയിൽ ഒരുപാട്. വില്ലൻ്റെ ചില മൊമെൻറ്റ്സൊക്കെ കാണുമ്പോൾ നമുക്ക് തരിച്ചിരിക്കുക. അമ്മാതിരി പെർഫോമൻസാണ് മനോജ് ബാജ്പേയി ഈ പടത്തിൽ കാട്ടിച്ചിരിക്കും. പ്രകടനം കൊണ്ട് നമ്മളെ തല മിന്നിക്കുന്ന പെർഫോമൻസ്. എന്തൊക്കെ പറഞ്ഞാൽ ഈ പടം ആ കാലത്ത് വലിയ വിജയമായിട്ടില്ല. പക്ഷേ ഈ സിനിമയ്ക്ക് മലയാള സബ്ടൈറ്റിലുണ്ട് ടൈം സോണിൽ. വേണ്ടവർക്ക് ഹിന്ദി അധികം അറിയാത്തവരാണെങ്കിൽ അവർക്ക് ആ ചൂസ് ചെയ്താന്ന് കാണാം. യൂട്യൂബിൽ ഈ പടം നല്ല ക്വാളിറ്റി തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെ കാണാൻ അറിയുന്നവർക്ക് പറ്റുന്നവർക്ക് അങ്ങനെയും കാണാം. എന്തായാലും കാണാൻ ശ്രമിക്കുക, കാണാതിരിക്കരുത്. കിടിലൻ പാടാണ്, മിസ് ചെയ്യരുത്. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഫോളോ